നമസ്കാരം ഗൈസ്. കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു. ഇപ്പോഴങ്ങനെ നീലേശ്വരം നമ്മൾ വന്നു. ഒരു കല്യാണം കൂടാൻ വന്നതാണ്. നമ്മുടെ വല്യമ്മൂൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വന്നേരം ഏട്ടൻ പറഞ്ഞു നമുക്ക് ഒന്നിവിടെ ഒരു അണക്കെട്ടുണ്ട്, അത് പോയി കാണാമെന്ന് പറഞ്ഞു. അണക്കെട്ട് കാണാൻ വന്നതാണ്. പക്ഷെ അണക്കെട്ട് കാണുന്നതിന് മുമ്പിൽ ഇവിടെ നല്ലൊരു പാർക്കുണ്ട്, അടിപൊളി പാർക്ക്. പക്ഷേ ഇവിടുന്ന് നോക്കുമ്പോൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള വഴിയൊന്നും കാണുന്നില്ല. പക്ഷേ ഏട്ടനും മോനും കൂടി അതിലേ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ ഗൈസ്, ഇവിടെ ഏതായാലും തുറന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇതിലേ ഉള്ളിലേക്ക് പോകാം. ഏട്ടൻ മുന്നിൽ അങ്ങ് നടന്നു പോയി. കുട്ടാപ്പി എന്നെയും കാത്തിങ്ങനെ നിൽക്കുകയായിരുന്നു. എമ്മാതിരി പൂമരം ഗൈസ്. ഇവിടുന്ന് പാർക്കിലേക്ക് ഇറങ്ങാൻ വഴിയുണ്ട്. പക്ഷേ പാർക്കിലേക്ക് നമ്മൾ കുറച്ച് തിരിച്ചു വന്നിട്ട് കാണാം. നല്ല പൂമരാണ് കേട്ടോ. പുതിയ പൂമരമൊന്നുമല്ല, ഒരുപാട് പഴക്കമുള്ള പൂമരം. അതിൻ്റെ വണ്ണം കണ്ട മനസ്സിലാകുന്നില്ലേ? ഇവിടെ ഒരാൾ കുട്ടീനെടുത്ത് കളിപ്പിക്കുകയായിരുന്നു. ഇത്ര മനോഹരമായ സ്ഥലമല്ലേ. ഈ അണക്കെട്ട് വെള്ളം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് മുകളിലേക്കും താഴേക്കും അതിൻ്റെ പല വലിക്കുന്ന മെക്കാനിക്സാണ് ഈ കാണുന്നത്. ഇതിനെപ്പറ്റി അധികം പറഞ്ഞു തരാൻ എനിക്കറിയില്ല. പക്ഷെ ഒന്ന് കണ്ട് മനസ്സിലായി, ഈ മെക്കാനിസം കൊണ്ടാണ് പുഴയുടെ വെള്ളം തടഞ്ഞു നിർത്തുന്നത്. എന്ത് രസമാണ് നോക്കിയാൽ. ഓ, അടിപൊളി അടിപൊളി. വലിയ അണക്കെട്ടൊന്നുമല്ല കേട്ടോ, ചെറിയ അണക്കെട്ടാണ്. പക്ഷെ വളരെ മനോഹരമാണ്. എന്ത് ഭംഗിയാണ് ഇത് കാണാൻ. നമ്മൾ കേരളം എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇതുപോലത്തെ ഫോട്ടോ ഒക്കെ കാണുന്നു. ഒരു പുഴ, കുറേ നാളികേരത്തിൻ്റെ മരം. കുട്ടനാരോ ഫോൺ വന്നു. നട്ടുച്ചയാണ് കേട്ടോ. നട്ടുച്ചക്ക് പറഞ്ഞാൽ ഒരു 1:30ക്കാണ് നമ്മൾ അവിടെ എത്തിയത്. അപ്പം പൊളി വെയിലായിരുന്നു. അപ്പം ക്യാമറയുടെ വിഷ്വലൊക്കെ ഒരുമാതിരി ശോകം തന്നെയാണ്. എങ്കിലും ഗോപ്രോ അല്ലേ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എനിക്ക് ഇതേ ഉണ്ടായിരുന്നല്ലോ ഒരു ചിന്ത. കാരണം ഇത്ര മനോഹരമായ ഒരു സ്ഥലം നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ട്. ഇതിൽ മനോഹരമായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. എങ്കിലും എനിക്കറിയാവുന്ന ഒരു സ്ഥലം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊറ്റൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വന്നിട്ട് ഈ വിഷ്വലിലെടുത്തത് കേട്ടോ. ഏതായാലും ഇവർക്ക് പുഴേന അടുത്ത് കാണണമെന്ന് പറഞ്ഞ് താലോട്ട് കീഴിന്ന്. അപ്പം ഞാനിങ്ങോട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ കുഞ്ഞുണ്ട്, കുറേ ആടിനെ മേയ്ക്കുന്നു. ഇതാണ് നമ്മളെ അണക്കെട്ട്. അധികം വെള്ളമൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം വെള്ളമുണ്ട്. അതാണ് നമ്മളിപ്പോൾ വന്ന സ്ഥലം കേട്ടോ.
ക്യാമറ കാണുമ്പോൾ കുട്ടി അങ്ങോട്ട് ഓടിപ്പോവുകയുണ്ട്. ആ കുട്ടി ഹിന്ദിക്കാരോ കർണാടകക്കാരോ മറ്റോ ആണ്. മലയാളം പറഞ്ഞിട്ട് കുട്ടിക്ക് മനസ്സിലാകുന്നില്ല. ഹിന്ദിയിൽ ചോദിച്ചിട്ടും ഒന്നും ഉത്തരം പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരുപാട് ആടുകളുണ്ട്. ആ കുട്ടിയും കുട്ടിയുടെ അമ്മയും കൂടിയിട്ടാണ് ആടിനെ മേയിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, തെങ്ങൊക്കെ എന്ത് മനോഹരമാണ്, അടിപൊളിയല്ലേ? ഇതാ വേറൊരു കാഴ്ചയാണ് ഗൈസ്. പാടം പൂത്ത കാലം എന്ന പാട്ട് കേട്ടില്ലേ? പാടം പൂത്ത കാലം എന്ന പാട്ട് കേട്ടില്ലേ? നോക്കിയേ, പാടൊക്കെ പൂത്തിങ്ങനെ നിൽക്കുന്നത്. ഇത് രസമാണല്ല ഈ പൂവ്. ഈ പൂവ് എവിടെയും ഞാൻ കണ്ട ഇങ്ങനെ നോക്കി നിൽക്കും. കാരണം ഇങ്ങനെ പച്ച പരവതാനിയിൽ മഞ്ഞ നക്ഷത്രം പോലെ നിൽക്കുന്ന ഈ പൂവ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ ഈ അണക്കെട്ട് ഒരു ദൂര കാഴ്ചയാണ് കേട്ടോ. ഈ പൂമരാണ് ഗൈസ്, എന്ത് രസം നോക്കിയ. കണ്ടാലും മതിയാവുന്നില്ല. ഇവിടെ വെച്ച് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി വ്യൂ, സൂപ്പർ. ഏതായാലും നമുക്ക് പോയിട്ട് ആ പാർക്കൊന്ന് കാണാം. ഓക്കെ, ഇവിടെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇവിടുത്തെ ഈ കളിപ്പാട്ടമൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട്. നോക്കിയ ഇവരുടെ രക്ഷിതാക്കളൊന്നും സ്ഥലത്തില്ല, അതുകൊണ്ട് അവർ ആർഭാദിച്ചുകൊണ്ടിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മക്കളെ നല്ല ഒരുത്തൻ ഓടി വന്ന് ഇവിടുന്ന് തമാശയൊക്കെ കളിക്കുന്നത്. എല്ലാവരും ഓടി ക്യാമറ കണ്ട സന്തോഷത്തിലാണ് അവര്. എന്ത് രസമല്ലേ ഇവിടെയൊക്കെ കാണാൻ. അത്യാവശ്യം വലിയ സ്പേസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ വ്യായാമം ചെയ്യേണ്ട സാധനമൊക്കെ ഉണ്ട്. രാവിലെ ആളുകൾ വന്നിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാ സാധനവും ഉണ്ട്. ഒരുമാതിരി 10-40 വയസ്സിന് 50 വയസ്സിന് മുകളിലാക്കി ചെയ്യേണ്ട എല്ലാ വ്യായാമവും ഇവിടെ ഉണ്ട്. അയ്യടാ, ഇവിടെ നോക്കിയേ, നല്ല ശില്പങ്ങളുണ്ട്, അടിപൊളി ശില്പങ്ങൾ. 2 മാൻ, ശില്പം പൊളിയാട്ടാ. ഒരു പുലി അച്ഛനുണ്ട്, അടിപൊളി. അച്ചേട്ടൻ ക്യാമറ കാണുമ്പോൾ എണീക്കാൻ നോക്കി. ഞാൻ പറഞ്ഞ അവിടെ ഇരിക്ക്, നല്ല രസമുണ്ട് പറഞ്ഞു. അപ്പം പറഞ്ഞു നമ്മൾ ഈ ഹോട്ടലിൻ്റെ വീഡിയോ പിടിച്ചോന്ന്. നല്ലൊരു ഹോട്ടലുണ്ട് കേട്ടോ അവിടെ. നല്ല ഭക്ഷണമാണ്, നല്ല ചായയാണ്. ഇവിടെ പോയാൽ ഇവിടെ നിങ്ങൾക്ക് ഭക്ഷണവും ചായയും ഒക്കെ കഴിക്കാം. എല്ലാം കിട്ടും. ചെറിയ ഹോട്ടലായിട്ട് കരുതണ്ട.
എല്ലാ ഭക്ഷണവും നല്ല അടിപൊളിയാണ്.